ഇപ്പോൾ കോഴിക്കോടേക്ക് പോകുന്നു. കണ്ടെയ്നർ ലോറിക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണു. കോഴിക്കോട് മാളികക്കടവ് തണ്ണീർപ്പന്തൽ റോഡിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. നമുക്ക് തത്സമയ ദൃശ്യങ്ങൾ കാണാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. റിയാസ് ഉണ്ട് അവിടെ. റിയാസ്, എന്താണ് സംഭവിച്ചത്? കോഴിക്കോട് മാളിക്കടവ് തണ്ണീർപ്പന്തൽ റോഡിൽ ആണ് അല്പം മുൻപ് ഈ തൊട്ടുപിറകിൽ കാണുന്ന കണ്ടെയ്നറിന് മുകളിലേക്ക് മരം വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് ഒരു ബസ്സിന് സൈഡ് കൊടുക്കുന്നതിനിടെ ഈ ലോറി മരത്തിന്റെ ഈ കൊമ്പിലേക്ക് തട്ടുകയായിരുന്നു. തുടർന്നാണ് അത് ഈ കണ്ടെയ്നറിന്റെ ഇടയിലേക്ക്, കണ്ടെയ്നറിന്റെ മുൻവശത്തിന്റെയും ഒപ്പം തന്നെ പിറകിലെ ആ ഒരു കണ്ടെയ്നറിന്റെയും ഇടയിലേക്ക് ഈ മരം ഇതാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അഗ്നിരക്ഷാസേന എത്തിയിട്ടുണ്ട്. അവർ ഇത് മുറിച്ചു നീക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. പോലീസും എല്ലാം തന്നെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കൂടാതെ ഈ വൈദ്യുതി ലൈൻ ഇപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാം ഈ വൈദ്യുതി ലൈനൊക്കെ ഇളകി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. മരക്കൊമ്പ് തങ്ങി നിൽക്കുന്ന അതിന് മുകളിലാണ് ഉള്ളത്. അഗ്നിരക്ഷാസേന എത്തിയത് എവിടെ നിന്നാണ് എന്നുള്ളത് അറിയേണ്ടതുണ്ട്. സാർ, ഇത് വെള്ളിമാട് കുന്നാണ്. വെള്ളിമാട് കുന്ന്. ഓക്കെ 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 സാർ, ഇതൊരു നമുക്ക് പെട്ടെന്ന് തന്നെ ഗതാഗതം തടസ്സം നീക്കാൻ പറ്റും? നമുക്ക് പെട്ടെന്ന് തന്നെ നീക്കാൻ പറ്റും. ഇത് വിവരം അറിഞ്ഞ ഉടനെ ഇങ്ങോട്ടേക്ക് ഉടനെ വന്നു. പ്രത്യേകിച്ച് നിരവധി ബസ്സുകളും വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. റോഡ് ഓൾറെഡി ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പെട്ടെന്ന് തന്നെ മുറിച്ച് മാറ്റാൻ നമ്മൾ നടപടി സ്വീകരിക്കുന്നുണ്ട്. എന്തായാലും സ്റ്റേഷൻ ഓഫീസർ പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഇത് മുറിച്ച് നീക്കാനുള്ള ഒരു നടപടികളിലേക്കാണ് അവർ നീങ്ങുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ ലോറിയൊക്കെ മാറ്റി അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ഇപ്പോൾ ഇതിന്റെ മുകളിലുണ്ട്. ഡ്രൈവർ ലോറി മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇതിന്റെ പിൻ ടയർ പഞ്ചറായി കിടക്കുന്നുമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എത്രമാത്രം ഈ വാഹനം നീക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ടുള്ളത്. ആ ഒരു ദൃശ്യങ്ങളിലേക്ക് നമുക്ക് ആദ്യം പോകാം. റിയാസ്, അത് പെട്ടെന്ന് തന്നെ മാർഗതടസ്സം മാറ്റുമെന്ന് പറയുന്നു. അതിലെ ഇപ്പോൾ വാഹനങ്ങളിലെ ഗതാഗതം അവിടെ തടസ്സപ്പെടുത്തി വെച്ചിരിക്കുകയാണോ? എന്തായാലും നിലവിൽ വഴിതിരിച്ച് വിട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് കാരണം ഒരുപാട് വാഹനങ്ങൾ ഇതുവഴി വന്നിരുന്നു. അവയെല്ലാം തന്നെ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വാഹനം പിറകോട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വാഹനം പിറകോട്ടെടുത്ത സ്ഥിതിക്ക് പതിയെ ഈ മരം മുറിച്ചു നീക്കാനാകും എന്നുള്ളതാണ്. പൊട്ടി താഴേക്ക് അടർന്ന് വീണിട്ടില്ല. ഈ ടാങ്കറിന് മുകളിൽ തങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അത് പൂർണ്ണമായും അടർന്ന് വീഴാവുന്നൊരു സാഹചര്യമുണ്ട്. അത് ഇനിയിപ്പോൾ അത് കൃത്യമായി മുറിച്ചു നീക്കിയില്ലെങ്കിൽ വലിയ സംഭവിക്കാവുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും വാഹനം ഇപ്പോൾ മുന്നിലേക്ക് എടുത്തുകൊണ്ട് എന്തായാലും ഈ ഒരു വലിയൊരു മാർഗതടസ്സം നീക്കാനുള്ള ശ്രമമാണ്. ഇതിന്റെ ഏറ്റവും പിന്നിലെ ആ ഒരു ടയർ പഞ്ചറായി കിടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും കാണാം. ഏറ്റവും പിന്നിലെ ടയർ. ശരി 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 റിയാസ്, എന്തായാലും നമുക്ക് കാര്യം അവിടെ സംഭവം ഉണ്ടായപ്പോൾ തന്നെ നമുക്കത് തത്സമയം നൽകാൻ കഴിഞ്ഞു. ആ വാഹനത്തിന്റെ ടയർ പഞ്ചറാണ്, അത് കാണുമ്പോൾ വ്യക്തമാകുന്നുണ്ട്. പുറകിലത്തെ ഒരു ടയർ പഞ്ചറാണ്.